ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ മാർവലസ് ട്രാവൽ എന്ന് പറയുന്ന പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് ജോഷുവ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, why does the poet say that he travels with his eyes and thoughts? അപ്പോൾ ഇവിടെ ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട് ഐ ട്രാവൽ വിത്ത് മൈ ഐസ്, ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? The poet says he travels with his eyes and thoughts because he carefully watches and notices everything around him. അതായത് തൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി നോക്കി കണ്ടുകൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഐ ട്രാവൽ വിത്ത് മൈ ഐസ് എന്ന് പറയുന്നത്. ലൈക്ക് പീപ്പിൾ ഹു ആർ സാഡ് ഓർ ക്വസ്റ്റ്യനിങ് വൈ ദേ വെയർ ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പം അങ്ങനെ ആളുകളെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു, എന്തുകൊണ്ടാണ് അവർ ഒറ്റപ്പെട്ടു പോയത് എന്നൊക്കെ അവരോട് ചോദിക്കുന്നു, ദുഃഖിതരായ ആളുകളെ ആശ്വസിപ്പിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. His thoughts help him think deeply about what he sees and understand it better. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തെ കൂടുതലായി ചിന്തിക്കാനും അതുപോലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ട്രാവൽ വിത്ത് മൈ ഐസ് ആൻഡ് തോട്ട്സ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഐ ട്രാവൽ വിത്ത് മൈ പെൻ? അതിനുശേഷം പറയുകയാണ് ഐ ട്രാവൽ വിത്ത് മൈ പെൻ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? When the poet says I travel with my pen, he means he writes down everything he sees and experiences during his travel. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം എഴുതി വെക്കാറുണ്ട്, കാണുന്ന കാഴ്ചകൾ എഴുതി വെക്കാറുണ്ട്. His pen helps him record and share the stories of the people he meets and the things he observes. ഇദ്ദേഹം കാണുന്ന കാഴ്ചകളും അതുപോലെ ആളുകൾ പറയുന്ന കഥകളും ഒക്കെ അദ്ദേഹം എഴുതി വെക്കാറുണ്ട്, അതൊരു റെക്കോർഡായി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ട്രാവൽ വിത്ത് മൈ പെൻ. ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹൊറോസ്കോപ്പ്. വാട്ട് ഡസ് ദിസ് ലൈൻ മീൻ? ഇപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് സംതിങ് വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹൊറോസ്കോപ്പ്. ഹൊറോസ്കോപ്പ് എന്ന് വെച്ചാൽ ജാതകമാണ്. അപ്പം എന്തെങ്കിലും പുതിയ പുതിയ അനുഭവങ്ങൾ എനിക്കുണ്ടാകും എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ദിസ് ലൈൻ മീൻസ് ദ പോയറ്റ് ഹോപ്സ് ദാറ്റ് ഹിസ് ട്രാവൽസ് വിൽ ബ്രിങ് ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ അദ്ദേഹത്തിന് പുതിയ അനുഭവങ്ങൾ തരുന്നുണ്ട്. He uses the idea of a horoscope to express his wish that good things and surprises will come his way as he continues his journey. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ അദ്ദേഹത്തിന് കുറേ നല്ല കാര്യങ്ങളും അനുഭവങ്ങളും അപ്രതീക്ഷിതമായ കാര്യങ്ങളും ഒക്കെ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ഹു ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ദ പോയറ്റ് മീറ്റ്സ് ഡ്യൂറിങ് ഹിസ് ജേർണി? ഇദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഇദ്ദേഹം കണ്ടുമുട്ടാറുള്ള ആളുകൾ, ഏതൊക്കെ തരത്തിലുള്ള ആളുകളെയാണ് ഇദ്ദേഹം കണ്ടുമുട്ടിയത്? ഡ്യൂറിങ് ഹിസ് ജേർണി ദ പോയറ്റ് മീറ്റ്സ് ചിൽഡ്രൻ, കുട്ടികളെ, അതുപോലെ സ്ത്രീകളെ, പുരുഷന്മാരെ, അതുപോലെ ട്രൈബ്സ്മെൻ, പീപ്പിൾ ഫ്രം സ്പെസിഫിക് ട്രൈബ്സ്, പല ട്രൈബിൽപ്പെട്ട ആളുകൾ, അതുപോലെ ലിറ്റിൽ ഗേൾസ്, ചെറിയ കുട്ടികൾ, പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് റേസസ്, പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പല റേസസിൽപ്പെട്ടിട്ടുള്ള വംശത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെയാണ് കണ്ടുമുട്ടുന്നത്. എവറി എക്സ്പീരിയൻസ് ഈസ് വർത്ത് ലൈഫ് ജേർണി. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദിസ്? അപ്പോൾ ഈ പോയത്തിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എവറി എക്സ്പീരിയൻസ് ഈസ് വർത്ത് ലൈഫ് ജേർണി. എന്താണ് ഇതുകൊണ്ട് ഇദ്ദേഹം അർത്ഥമാക്കുന്നത്? ദ പോയറ്റ് മീൻസ് ദാറ്റ് എവറി എക്സ്പീരിയൻസ് ഹി ഹാസ് വെദർ ഗുഡ് ഓർ ബാഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാല്യുബിൾ. അപ്പോൾ ഇവിടെ പോയറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ യാത്രകളും അദ്ദേഹത്തിന് ഓരോ അനുഭവങ്ങൾ തരുന്നുണ്ട്. ചിലത് നല്ല അനുഭവങ്ങളാവാം, ചിലത് മോശം അനുഭവങ്ങളാവാം. എന്ത് തന്നെ ആവട്ടെ, നല്ലതോ മോശമോ എന്ത് തന്നെ ആയാലും അത് പ്രധാനപ്പെട്ടതാണ്, അത് വിലപിടിപ്പുള്ളതാണ്.
ഈച്ച് എക്സ്പീരിയൻസ് ടീച്ചസ് ഹിം സംതിങ് ന്യൂ ആൻഡ് ഹെൽപ്സ് ഹിം ഗ്രോ. പുതിയ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നു, അത് അദ്ദേഹത്തിന് കൂടുതൽ വളരാൻ സഹായിക്കുന്നു. ഹി ബിലീവ്സ് ദാറ്റ് ഓൾ ദിസ് എക്സ്പീരിയൻസ് മേക്ക് ഹിസ് ജേർണി ത്രൂ ലൈഫ് മീനിങ് ഫുൾ. ഇപ്പോൾ ഈ അനുഭവങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.